പറഞ്ഞ് പള്ളിയിൽ നിന്നൊരു സ്വഹാബി ഇറങ്ങി ഓടുകയാണ്. എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ദിക്റുകളും ദുആകളും ചെയ്യാറില്ല. ഒരു സ്വഹാബി ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ എല്ലാ ദിവസവും പള്ളിയിൽ നിന്ന് അതാ ഒരു സ്വഹാബി ഇറങ്ങി പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ കാഴ്ച കുറേ ദിവസം കൊണ്ട് കാണുന്നുണ്ട്. അവസാനം ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂ ദുജാന, എന്തേ നീ പള്ളിക്കകത്ത് നിന്ന് വെപ്രാളത്തിൽ ഓടുന്നത്? നിനക്കൊന്നും അല്ലാഹുവോട് ചോദിക്കാറില്ലേ? നിനക്ക് ദുആ ചെയ്യാറില്ലേ? പറയാനൊന്നുമില്ലേ അബൂ ദുജാന? എന്തിനാണ് നീ വെപ്രാളത്തിൽ എന്നും ഇങ്ങനെ എഴുന്നേറ്റ് ഓടുന്നതെന്ന് ലോകത്തിന്റെ നേതാവ് ചോദിക്കുമ്പോ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു പാവപ്പെട്ടവനാണെന്നറിയുമല്ലോ നബിയേ, എന്റെ കുടുംബ പശ്ചാത്തലങ്ങൾ അറിയുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ്, നബിയേ, ഞാൻ ഓടുന്നത് എന്തിനെന്നറിയോ? എന്റെ അയൽവാസിയുടെ വീട്ടിൽ ഈന്തപ്പന മരമുണ്ട് നബിയേ, അതിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ. അല്ലാഹുവേ, അതിന് ഈത്തപ്പഴം പാകമായി നിൽക്കുകയാണ്. രാത്രി അതിലെ പഴങ്ങൾ എന്റെ വീടിന്റെ മുന്നിൽ വീഴാറുണ്ട്. അല്ലാഹുവേ, എന്റെ മക്കളെങ്ങാണം വെളിയിലിറങ്ങി വരുമ്പോ ഈന്തപ്പഴങ്ങൾ കണ്ടാൽ അവര് വിശപ്പ് കാരണം എടുത്ത് കഴിച്ചു പോകുമല്ലോ. യാ റസൂലല്ലാഹ്, എന്റെ മക്കളെ ഹറാമ് തിന്നുമല്ലോ, എന്റെ മക്കളെ ഹറാമ് തിന്നുമല്ലോ. ഹറാമ് തിന്നാ സർവ്വ അമലുകളും പൊടിഞ്ഞു പോകുമല്ലോ, അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് നബിയേ, സുബഹി നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് എന്റെ മക്കള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈത്തപ്പഴങ്ങളെല്ലാം പറക്കിയിട്ട് എന്റെ അയൽവാസിയുടെ വീടിന്റെ പറമ്പിലിടാൻ ഓടുന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഹാബാ, ആരാണ് അയൽവാസിയാരാ? അബൂ ദുജാനയുടെ അയൽവാസിയാരാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തിരക്കുകയാണ്. മുത്തുനബി എവിടെന്ന് തിരക്കുകയാണ്. അവസാനം ആ മനുഷ്യനെ കൊണ്ടുവന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ വീടിന്റെ യഥാ അബൂ ദുജാനയുടെ വീടിന്റെ മുറ്റത്ത് വീടുന്ന രീതിയിൽ നിന്റെ വീട്ടിലൊരു ഈന്തപ്പന മരം നിൽക്കുന്നുണ്ടല്ലോ, ആ മരം എനിക്ക് നൽകിയാൽ സ്വർഗത്തിൽ 10 ഈത്തപ്പഴം ഞാൻ നിനക്ക് തരാ. സ്വർഗത്തിൽ 10 ഈത്തപ്പഴം മരം ഞാൻ തരാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. പക്ഷേ ആ മനുഷ്യനൊരു മുനാഫിക്കായിരുന്നു. അവനൊരു മുനാഫിക്കായിരുന്നു. അവൻ പറഞ്ഞു, നബിയേ, ഈന്തപ്പന മരം വിൽക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ, പക്ഷേ എനിക്ക് സ്വർഗത്തിലല്ല വേണ്ടത്, എനിക്ക് രൊക്കമായിട്ട് വേണം നബിയേ. എനിക്ക് 10 മരം ഇവിടെ തന്നാൽ, ഈ ദുനിയാവിൽ 10 മരം എനിക്ക് നൽകിയാൽ എന്റെ ഒരു മരം ഞാൻ തരാ നബിയേ. അല്ലാതെ സ്വർഗത്തിൽ എനിക്ക് 10 മരം കിട്ടിയിട്ട് കാര്യമില്ല. ആ മുനാഫിക്കായ മനുഷ്യൻ പറയുമ്പോ സഹാബികളുടെ ഇടയിൽ ഇരുന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഇവിടെയും ഒന്നാമനാണ്. അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി അബൂബക്കർ. അബൂബക്കറിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത് വെറുതെയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ 10 മരം എനിക്ക് തരുവോ? യാ റസൂലല്ലാഹ്, ഈ മനുഷ്യനെ കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ 10 മരം എനിക്ക് തരുവോ നബിയേ? ഇവന് വേണ്ട 10 മരം ഞാൻ കൊടുക്കാം നബിയേ, ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാം. ദുനിയാവിലെ 10 മരം ഞാൻ കൊടുക്കാം. എനിക്ക് സ്വർഗത്തിലെ 10 മരം തരുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു തന്റെ ഈന്തപ്പന തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? എനിക്ക് സ്വർഗത്തിൽ 10 മരം തന്നവരാ, നിനക്ക് ഇതിനകത്ത് വേണ്ട